അപ്പം അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് നമുക്കൊരു പുതിയ ടീസർ വന്നിട്ടുണ്ട്, നാഗബന്ധം. ഇത് ആക്ച്വലി ഒരു ഭയങ്കര കുറച്ച് നാളായിട്ട് ഇതിനെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ഭയങ്കര ഒരു വലിയ പടമാണ്, ഒരു എപ്പിക് ഫാന്റസി പടമാണ്, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റി കുറേ പോസ്റ്റും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആ ലൈനിൽ കുറച്ച് പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. മിറായി അതെ, ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് വരും. പക്ഷെ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് അത്രയും ബജറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ആ ചുരുങ്ങിയ ബജറ്റിൽ ഒരു വലിയ എപ്പിക് പടം എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പലപ്പോഴും. ചെറിയ ആൾക്കാരാണ് ഈ പടത്തിൽ മെയിൻ ആക്ടേഴ്സ് ആരും തന്നെ ഇല്ല, ഐ മീൻ സൂപ്പർ സ്റ്റാറുകൾ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബജറ്റോ അല്ലെങ്കിൽ അത്ര സ്കെയിലോ കാര്യങ്ങളോ ഇതെങ്ങനെയാണ് ഇവരിത് ചെയ്യുന്നതെന്ന് പിടുത്തമില്ല. ഐഡിയ ബെറ്റർ ആയിരിക്കും. അതെ, നമുക്ക് അതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. In the heart Somali. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. നാഗമാണിക്ക് എടുക്കാൻ വരുന്നതാണ്. ഫ്ലൈറ്റും ശിവനാണ്. സൂര്യ നായകന്റെ മുഖം കാണുന്നില്ല, അത് ആരൊക്കെ വരുന്നുണ്ടോ അല്ലേ? ഓ, അറിയാവുന്ന ഒരാൾ വന്നു. അതായത് ആ നായകൻ ഇതിങ്ങനെ കുറച്ച് മുതലയുടെ പരിചയമുണ്ടല്ലോ. ഐശ്വര്യ മേനനും നഭ നടേഷ്, ഇതാണ് നായകൻ. കാലാകാലങ്ങളായിട്ടുള്ള പോസ്റ്റിംഗ് ആണ്. അഭിഷേക് നമ, മഞ്ഞത്താനേ അല്ലെ, എന്തോ കുറെ പരിപാടി ഉണ്ടതേ അല്ലേ, എന്തോ കുറെ സംഭവം നടക്കുന്നുണ്ട്. സീക്രട്ട് ട്രഷർ നാഗബന്ധം കണ്ട അത് തന്നെ നാഗമാണിക്ക്. പക്ഷെ ഇതിന്റെ കട്ട് ഒരു കുറെ ഒരു ബന്ധമില്ലാത്ത കുറേ സംഭവങ്ങൾ ഇങ്ങനെ വിഷ്വൽസ് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഇതിങ്ങനെ കുറെ ഒരു ബ്രഹ്മാണ്ഡ പടമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ള സംഭവമാണ്. വേൾഡ് ഓഫ് നാഗബന്ധം അങ്ങനെയാണ് അതിന്റെ. ഇത് സംഭവിച്ച ഈ ടീച്ചർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലെ നമ്മൾ ആരാ നായകൻ, എന്താ ഇത്, ആരാ ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ആൾക്കാരെ കാണിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് ഒരാളെ ഫോക്കസ്, യൂഷ്വലി നമ്മൾ പടം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഒരു ക്യാരക്ടറിൻ്റെ കൂടെ സഞ്ചരിക്കും. അതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടോഗോണിസ്റ്റ്, നായകനോ നായിക. ഹീറോ ഓഫ് നാഗബന്ധം എന്നല്ലടാ, വേൾഡ് ഓഫ് നാഗബന്ധം. അതെ അതെ, അതുകൊണ്ടാണ് നായകനെ കാണുന്നത്. ഇത് മറ്റേ ശിവനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അപ്പം അത് കാലാകാലങ്ങളുടെ ആ പരിപാടി ആയിരിക്കും. അതെ, എന്താണ് പരിപാടി ഇത് കാണുമെന്നുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കാണിച്ചോ, അതിന്റെ മോഡലിൽ കാണിച്ചാണോ? അതിന്റെ മുകളിൽ വേറെ ക്ഷേത്രമുണ്ടോ? അറിയില്ല. വിഷ്ണു തമ്മിൽ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? നാഗബന്ധം, അതായത് ഈ നാഗങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ട്രഷർ ഈ നാഗങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവനൊരു ബുക്ക് എടുക്കുന്നതിനകത്തെല്ലാം ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, അതെല്ലാം അത് തുറക്കണം. അതെ, ഓ ആ ബന്ധമാണോ ഈ നാഗബന്ധം, നാഗങ്ങൾ ബന്ധിച്ചിരിക്കുന്നു എന്ന സംഭവം. അപ്പോൾ ഏതായാലും എൻ്റെ ടീസർ ട്രെയിലറോ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ വരട്ടെ, അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. ഈ നടന്നവരാണ് പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ഒരു പിടുത്തമില്ല. അഭിഷേക് നമാണ് ഡയറക്ടർ. നായകന്റെ പേരെന്താ? വിരാട് കർണ ആയിരിക്കണം. അഭിഷേക് നമ എന്നുള്ളത് ഡയറക്ടർ പേര്. വിരാട് കർണ അതൊക്കെ ആരാ നമുക്ക് അറിയില്ല. വല്ല സ്റ്റാറിന്റെ മകൻ വല്ലതാണോ അതോ അമ്മാവനോ മരുമോനോ?
ഷോട്ട് കുറച്ച് ആവറേജ് ആണ്. അതെ അതെ അത് അങ്ങനെയാണല്ലോ. പടത്തിന്റെ ബജറ്റ് വെച്ചിട്ട് അതൊക്കെ തന്നെ ഈ പടത്തിന് ബജറ്റ് നമ്മളാരെങ്കിലും ഇത് ഇവർക്കിത് സെല്ല് ചെയ്യാൻ ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ എലമെന്റ് ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കും പടത്തിന് സെല്ല് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലോകം കാണാൻ. അതെ.